ഹായ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വൃഷഭ ടീസർ റിലീസായിട്ടുണ്ട്. ലാലേട്ടൻ്റെ ബൈ ലാംഗ്വേജ് മൂവിയാണ്. തെലുങ്കും മലയാളവും കൂടി ചേർത്താണ് ഈ ഒരു പടം ഷൂട്ട് ചെയ്തേക്കുന്നത്. ഇപ്പം ലാലേട്ടൻ്റെ സ്റ്റാർഡം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ആഗ്രഹിച്ച ലെവലിൽ തന്നെയാണ് ലാലേട്ടൻ ഇപ്പം നിൽക്കുന്നത്. ഇപ്പം ഇതിൻ്റെ വൃഷഭയുടെ ടീസർ കണ്ടിട്ട്, ഇതിന് മുമ്പ് എൻ്റെ ഫസ്റ്റ് ലുക്ക് ലാലേട്ടനെ എൻ്റെ ലുക്കൊക്കെ വെളിയിൽ വന്നിട്ടുള്ളത്. ഇപ്പോൾ ടീസർ കണ്ടിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, വൃഷഭ എന്തോണപ്പാ ഇത്, എന്തോണപ്പാ. ഇപ്പം നിങ്ങൾക്ക് ബാഹുബലി മുമ്പും ബാഹുബലിക്ക് ശേഷമൊന്നും ഇന്ത്യൻ സിനിമയെ നമുക്ക് പറയാം. ബാഹുബലി ഇറങ്ങിയതിന് ശേഷം ആ ഒരു പാറ്റേൺ പിടിച്ച് കുറേ സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പം അത് കഴിഞ്ഞിട്ട് അറിയാമല്ലോ, അതിനകത്ത് കുറേയും ഫ്ലോപ്പായിട്ടുള്ളതാണ്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പവർ സ്റ്റാറിൻ്റെ പടം ഉണ്ടല്ലോ, അതും 8 നില പൊട്ടിയ പടമാണ്. അപ്പം അതിന് ശേഷമാണ് ഇതേപോലത്തെ ഒരു പടം പിന്നെയും അവരത് വിടുന്നില്ല. ഇപ്പം ആ ധീരയ്ക്ക് എനിക്ക് കണ്ടിട്ടെന്ന് പറഞ്ഞാൽ ഒരു പുനർജന്മത്തിൻ്റെ കഥയാണെന്ന് പറയുന്നത് തോന്നുന്നു. ഈ ധീരയ്ക്കകത്തിൻ്റെ കൂട്ട് 2 ലാലേട്ടനെ കാണിക്കുന്നുണ്ട്. ഈ ലാലേട്ടനെ എനിക്ക് ഇതിനകത്ത് ലുക്ക് കണ്ടിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ, നമ്മളെ വീട്ടിലൊക്കെ കൊണ്ടുവെക്കുന്ന കുബേർ കുഞ്ചി ഉണ്ടല്ലോ, കുബേർ കുഞ്ചിയുടെ കൂട്ടൊരു ലുക്കാണ് ലാലേട്ടന് കാണിച്ചു വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ലുക്കൊന്നും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അതിനകത്ത് സെറ്റിംഗ് വർക്കുകൾ നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത് സാം CS ആണ്. ഡയറക്ടർ നന്ദ കിഷോറാണ് ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററും എഴുതി വെച്ചേക്കുന്നത്. എന്തോ നമ്മൾ ടീസർ കണ്ടിട്ട് ഒരു സിനിമ വിലയിരുത്താൻ പറ്റത്തില്ല. പക്ഷേ ഇതൊരു വല്ലാത്ത, എന്നിട്ട് നമുക്ക് ഒരു ടീസർ കണ്ടിട്ട് ഒരു ഗുമ്മില്ലാതെ പോയി. ഒരു എന്ന് വെച്ചാൽ നമ്മൾ ആ ബാഹുബലിക്കകത്ത് കണ്ട ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു സെയിം പരിപാടി വേറൊരു രീതിയിൽ അടിച്ചു കലക്കി വേറൊരു ഒന്നിനകത്ത് നിറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതേപോലെയാണ് എനിക്ക് ഇത് കണ്ടിട്ട് തോന്നിയത്. നമുക്ക് ഈ പടം കാണണമെന്നൊരു തോന്നൽ വരുന്നില്ല. പക്ഷേ ഇവിടെ എന്തോന്ന് എനിക്കറിയത്തില്ല, ലാലേട്ടൻ ഇതേപോലെ ഈ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ ഇതുപോലത്തെ പടങ്ങൾ തലവെച്ച് കൊടുക്കുന്നത് ലാലേട്ടൻ്റെ ഒരു സ്വഭാവം. അതുപോലെ പുനർജന്മത്തിൻ്റെയും പഴയ കാലഘട്ടമൊക്കെ പറയുന്ന കഥയാണ്. അപ്പോൾ അതിനകത്ത് ലാലേട്ടൻ്റെ പെർഫോമൻസ്, ഇതിനകത്ത് പുലിമുരുകനകത്തിൻ്റെ കുട്ടി ഇങ്ങനെ കുത്തി വരുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സെയിം അതേപോലെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ബോർ ടീസറായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് ഇപ്പം ഈ സിനിമക്കാർ കാണിക്കുന്ന, ഇപ്പം തൊട്ടല്ല പണ്ട് തൊട്ടേ ഉള്ളത്, ഇപ്പം മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പം മലയാളത്തിൽ ഒരു സമയത്ത് നമ്മൾ ഒരു ഹിറ്റായിട്ട് നിന്നൊരു സിനിമ, എനിക്കൊരു ക്യാമ്പസ് സ്റ്റോറിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ, ഇപ്പോഴും എനിക്ക് ഉള്ളത് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് നമ്മൾ ഇറങ്ങിയതിന് ശേഷം കുറേ ക്യാമ്പസ് സ്റ്റോറികൾ വന്നിട്ടുണ്ട്. അതൊക്കെ 8 നില പൊട്ടിയിട്ടുള്ളത്. എനിക്കാകെ പിന്നെ അതിനകത്ത് ആകെ കൊള്ളാവുന്ന, എനിക്ക് നല്ലതായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ ക്ലാസ്മേറ്റ്സ് ആണ്. ബാക്കിയെല്ലാം നോക്കിയത് ക്യാമ്പസ് സ്റ്റോറികളെല്ലാം ഫ്ലോപ്പ്, 8 നില ഫ്ലോപ്പായിട്ടുണ്ട് നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ. അപ്പോൾ അതേപോലെ മലയാളത്തിൽ ഇപ്പം ലോക ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ ലോക ഇപ്പോൾ നോക്കിക്കോണേ, ഈ ലോകയുടെ ഈ ഒരു സെയിം പാറ്റേൺ വെച്ച് ഇപ്പോൾ ഒരു കെട്ട് പടം ഇപ്പോൾ മലയാളത്തിൽ ഇറങ്ങും. ആ മലയാളം എല്ലാം ഫ്ലോപ്പായിരിക്കും. ഇത് ബാധിക്കുന്നതെന്ന് പറഞ്ഞാൽ ലോക ഇനി വരാൻ പോകുന്ന പാർട്ടിനായിരിക്കും ഇനി ബാധിക്കാൻ കിടക്കുന്നത്. അപ്പം ഇത് ഇന്നലെ എങ്ങും തുടങ്ങിയതല്ല. ഇപ്പം തെലുങ്കന്മാർ അതേ പരിപാടി തന്നെ എടുത്ത് കോപ്പി അടിച്ച് വെക്കുന്നുണ്ട്. എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ഈ ഒരു ട്രെയിലർ കണ്ടിട്ട്. നമുക്കൊരു പടം കാണാൻ ഒരു ഗുമ്മ കിട്ടുന്നില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ആക്ഷൻ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടനെ പിടിച്ചുകൊണ്ട് വന്ന് നിർബന്ധിച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടാണ്. സോറി ലാലേട്ട, ഈ ഒരു ടീച്ചർ എനിക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. ഇതുപോലെ സാറ്റിസ്ഫൈഡ് ആവാത്ത എന്ന് വെച്ചാൽ ടെക്നിക്കലി ഞാൻ പറഞ്ഞല്ലോ, എന്ന് വെച്ചാൽ സെറ്റിംഗ് വർക്കുകളൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ അതിനകത്ത് എഡിറ്റിംഗ് വർക്കായാലും ഇതൊന്നും എനിക്കത്ര, ട്രെയിലർ ടീസർ കട്ടിങ് ഒന്നും എനിക്കത്ര സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല. അപ്പം എന്തോന്ന്, ഇനി സിനിമ ഇറങ്ങുമ്പോൾ അറിയാം. ദീപാവലിക്കാണ് റിലീസ് തീരുമാനിച്ച് വെച്ചേക്കുന്നത്. ഇനി നീട്ടോ ഇല്ലയോ എന്ന് കണ്ടറിയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.